ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 25 ഗ്രാം ജലാറ്റിൻ, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. നമുക്ക് ജലാറ്റിൻ എടുത്ത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇനി പാലൊന്ന് നന്നായി ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ഒന്ന് കൂടി തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ പുഡിംഗ് റെഡിയായി കിട്ടുമ്പോൾ പാകത്തിനുള്ള മധുരം പുഡിങ്ങിൽ കാണത്തുള്ളൂ. പത്തോ 12 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ 10 ടീസ്പൂണോളം ചേർത്തതേ ഉള്ളൂ. പുഡിങ്ങിലൊക്കെ അത്യാവശ്യം മധുരം വേണം, എങ്കിൽ മാത്രമേ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുമല്ല, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മധുരമുള്ള പുഡിംഗ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ചേർക്കാൻ കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വരട്ടെ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ജലാറ്റിനാണ് ഇപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജലാറ്റിൻ്റെ അളവ് കറക്റ്റായി 25 ഗ്രാം ആണെന്ന് പറഞ്ഞത്. 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മേടിച്ചത്. അതിൽ നിന്നും കറക്റ്റ് പകുതി നമുക്ക് എടുക്കാം. അപ്പോൾ 25 ഗ്രാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ആകാണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി ഇത് തിളച്ച് പൊങ്ങി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നമുക്കൊരു ബൗൾ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിലും അരമണിക്കൂറിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ നന്നായി ഇത് സെറ്റായി പോകും. അതെല്ലാം നമുക്ക് താഴെ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടതെങ്കിലും ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഇത് സെറ്റായി കിട്ടും. നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അടച്ച് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിതൊരു 10 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായപ്പോഴത്തേക്ക് നന്നായി ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ ബൗളിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി പുഡിംഗാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.